നമസ്കാരം. കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് ഫെബ്രുവരി 20-ാം തീയതി, മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ജോയി ബൈക്ക് എന്ന് പറയുന്ന ഒരു ബൈക്ക് കമ്പനി അവരുടെ ബൈക്ക് ഏകദേശം 1,00,000 യൂണിറ്റ് വിറ്റിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് മലയാള മനോരമയുടെ ആ ഒരു സ്ക്രീൻഷോട്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കമ്പനിയെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇതൊരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മാണ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനീനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷനൊന്നുമല്ല, മറിച്ച് ഈ ഒരു കമ്പനി അധികം ഞാൻ ആ ഒരു കമ്പനിയെ കുറിച്ച് അത്ര ഫെമിലിയർ അല്ല. അതുകൊണ്ട് ആ ഒരു കമ്പനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമുക്ക് നേരെ ആ ഒരു കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ജോയി ബൈക്ക് എന്നാണ് ആ ഒരു കമ്പനിയിൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ ജോയി ബൈക്ക് വിച്ച് കമ്പനി സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് വാർഡ് വിസാർഡ് ഇന്നൊവേഷൻ മൊബിലിറ്റി ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു കമ്പനി എന്ത് കമ്പനിയാണ്? ഈ ഒരു വാർഡ് വിസാർഡ് മൊബിലിറ്റി ഷെയർ പ്രൈസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണാം വാർഡ് വിസാർഡ് ഇന്നൊവേഷൻ മൊബിലിറ്റി ലിമിറ്റഡ് 73 രൂപ ബോംബെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. ഇതിൻ്റെ ഒരു 1 ഇയർ റിട്ടേൺ നോക്കുമ്പോൾ ഏകദേശം കാണാൻ സാധിക്കുന്നത് 35% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഈ കമ്പനി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ചാർട്ട് നമുക്ക് നോക്കാം. അതിന് ഈ ഒരു കമ്പനീനെ നേരെ നമ്മൾ ബ്രൗസറിൽ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. വാർഡ് വിസാർഡ് ഇന്നോവേഷൻ ആൻഡ് മൊബിലിറ്റി കമ്പനി BSE വന്നിട്ടുണ്ട്. ഈ കമ്പനി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 74 രൂപ ഇവിടെ കാണാം, 73.63 സെയിം കമ്പനി തന്നെയാണ്. അപ്പം ഞാൻ ഈ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കും. 74 രൂപയാണ് കമ്പനിയുടെ സ്റ്റോക്ക് ഉള്ളത്. അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ട്, കാരണം ചാർട്ടിൽ തന്നെ ക്യാൻഡിൽസ് എല്ലാം തന്നെ യൂണിഫോം ആയിട്ട് വന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ, മുകളിലൊരു ക്യാൻഡിൽ, അങ്ങനെ ക്യാൻഡിലിൻ്റെ ആ ഒരു ഫോർമേഷൻ അത്ര ആക്യുറേറ്റ് ആവില്ല. ഇപ്പോൾ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് ക്യാൻഡിൽസ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റോക്കിന് ഒരു വലിയൊരു ടൈം ഫ്രെയിമിലേക്ക് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ നില എന്ന്. സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓൾ ടൈം ഹൈ 85 ആണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം നടത്തി 73.63 നിൽക്കുകയാണ്. സ്റ്റോക്ക് അടുത്തിടെ ഒരു വലിയൊരു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ 83 അല്ല കേട്ടോ, ഇതിൻ്റെ ഓൾ ടൈം ഹൈ 100 ഇതിൻ്റെ ഓൾ ടൈം ഹൈ. അതായത് ജാനുവരി 22-ാം തീയതി 100 രൂപ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ഫർദറായിട്ട് 49 രൂപ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ലോ 33 പോയി. 33 പോയതിനു ശേഷം സ്റ്റോക്ക് വീണ്ടും 33 രൂപയിൽ നിന്ന് ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി. എത്ര പ്രൈസാണ്? ഏകദേശം ഒരു 129%, അതായത് 50 പോയിൻ്റ് ഉയർന്ന് സ്റ്റോക്ക് 85 റീസെൻറ്റ് ഹൈ 86 ആ ഒരു റേഞ്ച്. ഒന്നും കൂടി ഇവിടെ ഒരു പ്ലോട്ട് ചെയ്യാം. 86.10. അവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് 60 രൂപ. വീണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആണ് സ്റ്റോക്ക് ഉള്ളത്. അതായത് ഇതിൻ്റെ റീസെൻറ്റ് ഹൈ ആയിട്ടുള്ള 86 2 തവണ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. 2 തവണ റീടെസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തു. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു തവണ ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്തു. വീണ്ടും സ്റ്റോക്ക് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ബയേഴ്സ് സ്ട്രോങ് ആയി വീണ്ടും ഈ ഒരു സോണിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഏരിയ. ഇത് മറികടന്ന് പോകാണെങ്കിൽ മാത്രമാണ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന റേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചാർട്ട് എടുത്തത്. സ്റ്റോക്കിൻ്റെ നിലവിലുള്ള ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സ്റ്റോക്കിന് എല്ലാ ആളുകളും ഏത് സ്റ്റോക്കിലും പരിഗണിക്കുന്നത്. അപ്പോൾ എനിവേ 86 രൂപ 10 പൈസ റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഇപ്പോൾ 73 ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആ ഒരു പ്രൈസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. റീസെൻറ്റ് ഹൈയും റെസിസ്റ്റൻസും സപ്പോർട്ട് സോണും എല്ലാം തന്നെ കണ്ടു. ഇനി നമുക്കിതിനെ ഫണ്ടമെൻ്റലായിട്ട് നോക്കാനായിട്ട് പ്രധാനപ്പെട്ട എല്ലാ ആളുകളും നോക്കുന്ന സ്ക്രീനർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ കൊണ്ടുപോയി ഞാൻ പേസ്റ്റ് ചെയ്തു. വിസാർഡ് ഇന്നൊവേഷൻ ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് 1919 കോടി ആണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതായത് 5000 കോടി രൂപയ്ക്ക് താഴെയുള്ള മാർക്കറ്റ് ക്യാപ്പ് എല്ലാം തന്നെ സ്മോൾ ക്യാപ്പാണ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ഏണിംഗ് 170 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 17.7%. അതായത് 15 ആണ് ഏകദേശം ഒരു ബെഞ്ച് മാർക്ക്. അതിന് മുകളിലുണ്ട്.
കറണ്ട് പ്രൈസ് കാണാൻ 73.6, ബുക്ക് വാല്യൂ 3.354 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.3% ആണ്. ബാങ്കിൻ്റെ FD-നേക്കാളും കൂടുതലുണ്ട്. സ്റ്റോക്കിൻ്റെ ഹൈ റീസെൻറ്റ് 1 ഇയർ ഹൈ ആണ് 86.33. ഡിവിഡൻഡ് ഈൽഡ് 0.14, ഫേസ് വാല്യൂ ₹1. സ്റ്റോക്കിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ പ്രോസും കോൺസും എല്ലാം തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 292% CAGR ലാസ്റ്റ് 5 ഇയർ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് 34% ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള ചെറിയ ന്യൂനതകളും ഇവിടെ ഗുണങ്ങളും ന്യൂനതകളും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കമ്പാരിസൺ ആണ്. ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം ഈ ഒരു ഇരുചക്ര വാഹന വിപണിയിൽ ഐഷർ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോർപ്പ് പോലെയുള്ള അതികായകന്മാർ ജയൻറ്റ് കമ്പനീസായിട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ഇത്രയും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാണാം. ഐഷർ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 1,07,524 മാർക്കറ്റ് ക്യാപ്പും അതിന് സമാനമായി TVSഉം ഇവിടെ 1919 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീനെ, ഇതിൻ്റെ പെയർ കമ്പനിയാണ് ഐഷർ മോട്ടോഴ്സും TVSഉം ഹീറോ മോട്ടോകോർപ്പും. അപ്പോൾ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ നമുക്ക് നടത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. രണ്ടും വ്യത്യസ്ത കമ്പനിയാണ്. കാരണം ഈ കമ്പനികൾക്കൊക്കെ ഈ ഇലക്ട്രോണിക് ബൈക്കുകളെല്ലാം തന്നെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഐഷർ മോട്ടോഴ്സ് അവർ 300 cc മുകളിൽ ബൈക്കുകളെല്ലാം തന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ അവരാണ് മാർക്കറ്റ് ഷെയർ കൂടുതലുള്ളത്. TVS എന്ന് പറയുന്നത് സ്കൂട്ടി പോലെയുള്ള, ജുപ്പിറ്റർ പോലെയുള്ള വാഹനങ്ങൾ അവരാണ് ആ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്നത്. ഹീറോ മോട്ടോകോർപ്പ് നമുക്കറിയാം, ഹീറോ പൾസർ, അതല്ലെങ്കിൽ ഇവരുടെ സ്പ്ലെൻഡർ, പാഷൻ, പൾസറല്ല, പാഷനും സ്പ്ലെൻഡറും അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഈ ഒരു ഹീറോ മോട്ടോകോർപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ ഇവർക്ക് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. കൂടാതെ തന്നെ ഇവർ ഹാർലി ഡേവിഡ്സനൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഐഷർ മോട്ടോഴ്സിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലുള്ള 300 cc ബൈക്കുകളെല്ലാം തന്നെ ഹീറോ മോട്ടോകോർപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മത്സരങ്ങൾ വളരെയധികം മുറുകുന്നുണ്ട്. പക്ഷേ വാഡ്വിസാർഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഇലക്ട്രിക്കൽ മേഖലയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ പറ്റില്ല. നമുക്ക് ഈ ഒരു കമ്പനിയുടെ മാത്രം ഇൻഡിവിജ്വൽ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാലഘട്ടങ്ങളിലായിട്ട് പതിയെ കൂടി വരുന്നുണ്ട്. 11.46. കൂടാതെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ഒരു വർധനവ് കാണുന്നുണ്ട്. മറ്റുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോയും റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെപ്റ്റും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളും തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഹോൾഡിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രമാത്രം പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്, എത്രമാത്രം FIIs ഉണ്ട്, പബ്ലിക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് കൂടുതലുണ്ട്, FIIsന് ഇതുവരെ ഹോൾഡിങ്സ് ഇല്ല. പബ്ലിക് റീറ്റെയിൽ ട്രേഡേഴ്സ് കുറച്ചധികം ഹോൾഡ് ചെയ്യുന്നുണ്ട്, FIIs ഇതുവരെ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ പബ്ലിക് തന്നെ ഇതിൻ്റെ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്, എത്രത്തോളം HNI ക്ലയൻസ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സ്റ്റോക്കിലുള്ള പബ്ലിക് ഹോൾഡിങ്സിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അപ്പോൾ ഇതൊക്കെ ഇൻഡിവിജ്വലി നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ള ഡോക്യുമെൻറ്റ്സും കമ്പനിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആനുവൽ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് സ്വാഭാവികമായ രീതിയിൽ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലേക്ക് പോകുന്നത്. ജോയി ബൈക്ക് വീണ്ടും കമ്പനിയിലേക്ക് തിരിച്ചെത്താം. വാഡ്വിസാർഡ് ഇന്നോവേഷൻ മൊബിലിറ്റി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ജോയി ബൈക്ക് ഇതാണ് ഇവരുടെ ഒരു പ്രധാന പ്രൊഡക്റ്റ്. ഇതാണ് 999 രൂപ കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള ബൈക്കുകൾ. അത് മാത്രമല്ല ഇവർക്ക് ഈ ഒരു TVS പോലെയുള്ള അവരുടെ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ബൈക്കും ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു സെഗ്മെൻ്റാണ് ഉദ്ദേശിച്ചത്. കൂടാതെ തന്നെ ഇത് കണ്ടോ, ബീസ്റ്റ് എന്ന് പറയുന്ന, ഹുറിക്കാൻ എന്ന് പറയുന്ന കുറച്ച് സ്പോർട്സ് നേച്ചറുള്ള ബൈക്കുകളുണ്ട്. ഇതിപ്പോൾ ഡെലിവറിക്കൊക്കെ ഈ ബൈക്കുകൾ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ബാംഗ്ലൂർ, ഡൽഹി പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ ഈ ഒരു ബൈക്കാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ ഇവർ കസ്റ്റമൈസൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് ഡെലിവറിക്കൊക്കെ മറ്റു രീതിയിൽ. അപ്പോൾ ഡെലിവറിക്കും കൂടാതെ തന്നെ ഇതുപോലെയുള്ള ഫാമിലി പർപ്പസിനൊക്കെ ആണ് ഉള്ളത്. ജോയി ബൈക്കിൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ എനിവേ നമ്മൾ ഫണ്ടമെൻ്റൽസും കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടാതെ തന്നെ ഇതിൻ്റെ കമ്പനീനെ പറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കമ്പനീനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഒരു ഉദ്ദേശം. അല്ലാതെ ഈ ഒരു കമ്പനി ബൈ ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷനും മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എനിവേ ഏത് സ്റ്റോക്കും നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതൊരു പ്രോപ്പർ രീതിയൊന്നുമല്ല. ഇതും കുറച്ചും കൂടി വലിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് കുറച്ചും കൂടി കീറി മോശമാണ് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിലുണ്ടാകുന്ന ഡിപ്പിലൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അത്ര വറി ചെയ്യേണ്ടി വരില്ല. മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റോക്കിൻ്റെ പരിചയപ്പെടുത്തലായിട്ട് എത്താം.
താങ്ക് യു.